നമസ്കാരം. ലോകത്തിൽ മറ്റൊരു ഏകാധിപത്യ ഭരണകൂടം കൂടി വീണിരിക്കുകയാണ്. പക്ഷേ സിറിയയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിമത അട്ടിമറിക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. സിറിയ എന്ന ഒരു രാജ്യത്തിനും ധാരാളം പ്രത്യേകതകളുണ്ട്. ഈ ഒരു അട്ടിമറിക്ക് ശേഷം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ സിറിയയിലെ ഈ ഒരു വിമത നീക്കം, അട്ടിമറി, ഇത് ഏറെക്കുറെ അപ്രതീക്ഷിതം, ഏറെ വർഷങ്ങളായി നടക്കുന്നതാണ് എങ്കിൽ പോലും വളരെ പെട്ടെന്നായിരുന്നില്ലേ ഈ ഒരു ആക്രമണം? അങ്ങനെ പൂർണ്ണമായിട്ട് അപ്രതീക്ഷിതമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സിറിയയെ കൃത്യമായി ശ്രദ്ധിക്കുന്നവർക്കറിയാം വിമതരുടെ മുന്നേറ്റത്തെക്കുറിച്ച്. കഴിഞ്ഞ നവംബർ 30 അലപ്പോ വീണു. അലപ്പോ എന്ന് പറയുന്ന വലിയ നഗരം, ആ നഗരത്തിന് ഈ റിബൽ, അവിടുത്തെ ഇത്തരം ആഭ്യന്തര യുദ്ധത്തിലൊരു വലിയ പ്രാധാന്യമുള്ള ഒരു വലിയ നഗരമാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്നു. അന്നും ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പരാജയത്തിന് കാരണമായ ഒരു ഘടകം അലെപ്പോ വീണതായിരുന്നു. അപ്പോൾ അങ്ങനെ ആ നഗരം നവംബർ 30 വീണു. അന്ന് തന്നെ എല്ലാവർക്കും അറിയാം അടുത്തത് ഡമാസ്കസ് ആണ്, അടുത്തത് അസാദ് ഭരണം അവസാനിക്കാൻ പോവുകയാണെന്നുള്ള സൂചനയുണ്ടായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് അത് ഇത്ര ഈസി ആയിട്ട് ഇത് നടക്കുമെന്ന് ഒരുപക്ഷെ ഈ വിമതർ പോലും കരുതിയിട്ടില്ല. അത് പല ഘടകങ്ങൾ കാരണമാണ് അത് ഇത്ര ഈസി ആയിട്ട് നടന്നത്. അല്ലെങ്കിൽ വലിയ തോതിൽ കാഷ്വാലിറ്റി ഒക്കെ ഉണ്ടായ ശേഷം മാത്രമേ സിറിയയെ അസദ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഈ വിമതർക്ക് സാധ്യമാവുകയായിരുന്നുള്ളൂ. പക്ഷേ മറ്റ് പല ഘടകങ്ങൾ കൊണ്ട് അത് വളരെ ഈസി ആയിട്ട് അവർക്ക് സാധിച്ചു. ഏതാണ്ട് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ തിരിച്ചു വന്നതുപോലെ ഓടിക്കയറാൻ അവർക്ക് സാധിച്ചു. നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ഈ കഴിഞ്ഞ വർഷം കണ്ട ഒരേ കാഴ്ചയുണ്ട്, സെയിം കാഴ്ച. അതായത് വിമതർ അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഭരണാധികാരികളുടെ കൊട്ടാരങ്ങളിലേക്ക് കയറുന്നു, അവിടെ കട്ടിലയിൽ കിടക്കുന്നു, അവിടുത്തെ സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. ഇത് നമ്മൾ ഏറ്റവും അവസാനം ബംഗ്ലാദേശിൽ കണ്ടു, അതിനു മുമ്പ് ശ്രീലങ്കയെ കണ്ടു, മറ്റ് പല നഗരങ്ങളിൽ കണ്ടു, അഫ്ഗാനിസ്ഥാനിൽ കണ്ടു, മറ്റ് പല രാജ്യങ്ങളിൽ കണ്ടതാണ്. അതേ കാഴ്ചയാണ് ഇപ്പോൾ സിറിയയിൽ സംഭവിച്ചത്. മാറ്റം ഉണ്ടാകുമായിരുന്നു, പക്ഷെ അത് ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ വിമതരെ സഹായിച്ച ഘടകങ്ങൾ അത് ഏറെയും ആഭ്യന്തരമായിട്ടുള്ള ഘടകങ്ങളാണോ അതോ വിദേശത്തു നിന്നും എന്തെങ്കിലും സഹായം? വലിയ തോതിൽ വിദേശത്ത് നിന്നാണ് കുമാറെ. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ ഇരുന്ന് നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റാൻഡ് അല്ല പല രാജ്യങ്ങളും സിറിയയുടെ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. ഉദാഹരണത്തിന് ഈ ഭരണം നഷ്ടപ്പെട്ടതിൽ ഏറ്റവും വലിയ ആഘാതമേറ്റിട്ടുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാന് വലിയ തോതിൽ ആഘാതമേറ്റിട്ടുണ്ട്. കാരണം ഇറാന് വലിയ സ്റ്റേക്കുള്ള, വലിയ പിന്തുണയുള്ള ഒരു ഭരണകൂടമായിരുന്നു അസാദ് ഭരണം. മാത്രമല്ല ഇറാൻ ഷിയ രാജ്യമാണ്, ഈ ഭരണാധികാരി ഷിയയാണ്. പക്ഷേ രാജ്യത്തെ 80-85% ജനങ്ങൾ സിറിയയിലെ സുന്നി മുസ്ലിങ്ങളാണ്. ഈ വിമത സൈന്യം എന്ന് പറയുന്ന HTL എന്നാണ് അതിൻ്റെ പേര്, ഹൈത്ത് തഹ്രീർ അൽ ഷാം, HTS. അവർ പൂർണ്ണമായിട്ടും സുന്നികളാണ്. അപ്പോൾ ഏറ്റവും വലിയ ഒരു ഇതുണ്ടായിട്ടുള്ളത് ഇറാനാണ്. വലിയൊരു നഷ്ടം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഹിസ്ബുള്ളയ്ക്ക് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇറാൻ ചേർത്ത് നിർത്തിയിരുന്ന, ഇറാൻ്റെ മുഖമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയാണ് ഈ ഹിസ്ബുള്ള. ഈ ഹിസ്ബുള്ള അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇസ്രയേലിന് എങ്ങനെയെങ്കിലും അസാദ് ഭരണം താഴെ വീഴണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഇറാൻ, ഹെസ്ബുള്ള, സിറിയ അച്ചുതണ്ട് തകരണം എന്നുണ്ടെങ്കിൽ അസാദിൻ്റെ ഭരണം അവിടെ അവസാനിക്കണം. അപ്പോൾ ഇസ്രായേൽ വളരെ ഹാപ്പിയാണ്. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരു ഇസ്ലാമിക വിമത സംഘടന അൽ ഖ്വയ്ദയിൽ നിന്ന് രൂപം കൊണ്ടു എന്ന്, അല്ലെങ്കിൽ അതിൽ നിന്ന് രൂപപ്പെട്ടു എന്ന് നമ്മൾ കരുതുന്ന HTS എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ഭീകര സംഘടന അവിടെ അധികാരം ഏറ്റെടുക്കുന്നത് ഇസ്രായേലിന് സന്തോഷമാവേണ്ട കാര്യമല്ല. പക്ഷേ ഇസ്രായേലിന് വളരെ സന്തോഷമാണ് ഈ കാര്യത്തിൽ. അതുപോലെ മുഖത്തടിയേറ്റ മറ്റൊരു രാജ്യം റഷ്യയാണ്. റഷ്യയെ ആണ് ഇത്രയും വർഷം ഇവരെ താങ്ങി നിർത്തിക്കൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് അസദിനെ. അദ്ദേഹം അധികാരം ഏറ്റെടുക്കുമ്പോൾ 34 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഓപ്തമോളജിസ്റ്റാണ്, ലണ്ടനിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ആളാണ്, രാഷ്ട്രീയത്തിൽ യാതൊരു താല്പര്യവും ഇല്ലാത്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോൾ റഷ്യയുടെ ഒരു സപ്പോർട്ട് വലിയ ഘടകമായിരുന്നു. ഇതിപ്പോൾ റഷ്യയ്ക്ക് ഇത് നോക്കാൻ സമയമില്ല, മറുവശത്ത് ഉക്രൈൻ കിടക്കുകയാണ്. അപ്പോൾ റഷ്യയുടെ ശ്രദ്ധ ഇവിടെ കുറഞ്ഞതും കാരണമാണ്. പക്ഷേ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പ്രധാനപ്പെട്ട
ഒരു 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 സഖ്യകക്ഷിയെ, ഒരു സഖ്യരാജ്യത്തെ ആ പ്രദേശത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനപ്പുറം അവർക്ക് വേറെ നഷ്ടമുണ്ട്. ഈ റഷ്യയിലെ തുറമുഖങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, വലിയ മഞ്ഞ് മൂടിക്കിടക്കുന്ന തുറമുഖങ്ങളാണ് വർഷത്തിൻ്റെ പകുതി സമയമൊക്കെ. അപ്പോൾ ടാർട്ടസ് എന്ന് പറയുന്ന 365 ദിവസവും പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു തുറമുഖം സിറിയയുടെ ഉണ്ട്. അത് റഷ്യ നിർബാധം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് സാധ്യമല്ല. അത് റഷ്യയുടെ ഒരു എക്കോണമിയെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ അർത്ഥത്തിൽ പലർക്കും പല അനുഭവങ്ങളും പല പ്രത്യാഘാതങ്ങളുമാണ് സിറിയ വീണതുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, സിറിയൻ ഭരണാധികാരി അസദ് എന്ന് പറയുന്നയാൾ, അയാൾ ഏകാധിപതിയായിരുന്നു. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്ന് വെച്ചാൽ അയാൾക്കെതിരെ പ്രവർത്തിക്കുന്ന വിമതരെ ഏറ്റവും ശക്തമായി തന്നെ അടിച്ചൊതുക്കുകയല്ല, ബോംബ് വെച്ച് തകർക്കുകയായിരുന്നു. പല നഗരങ്ങളും അയാൾ അങ്ങനെ തകർത്തിട്ടുണ്ട്, ഇദ്ദേഹം തകർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു തരത്തിൽ അത് ശരിയാണെങ്കിലും അറബ് രാജ്യങ്ങളിൽ അവശേഷിക്കുന്ന അവസാനത്തെ മതേതരവാദിയായ പുരോഗമനവാദിയായ ഒരു നേതാവായിരുന്നു അസദ്. ഇതോടെ അസദിൻ്റെ കാലം കഴിഞ്ഞതോടുകൂടി അറബ് ലോകത്ത് ഏതാണ്ട് പൂർണ്ണമായിട്ട് ഈ പറയുന്ന ഇസ്ലാമിക ഭീകരരുടെ ഒരു ഭരണം, തുർക്കി ആണ് വേറൊരു രാജ്യമായിട്ട് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റും. പക്ഷേ തുർക്കി മതേതരത്വത്തിൻ്റെ പാതയിൽ നിന്ന് ഇസ്ലാമിക ഭരണത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, തുർക്കിയാണ് യഥാർത്ഥത്തിൽ ഈ വിമതരെ ഇത്രയും സഹായിച്ചത്. അപ്പോൾ ഇനി എന്താകും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇക്കാര്യത്തിൽ. ഈ വിമതര് ഇസ്ലാമിക സംഘടന ആയതുകൊണ്ട് തന്നെ അവർക്കെതിരെ ചില കരുതലുകൾ എടുക്കുന്നുണ്ട് അമേരിക്കയും ഇസ്രായേലും. ഇപ്പോൾ ആയുധങ്ങൾ അവരുടെ കയ്യിലെത്താതെ നോക്കുന്നുണ്ട്. ഈ ഒരു അവസരം മുതലെടുത്ത് IS വളരുന്നത് തടയാനായി അമേരിക്ക നടപടി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വലിയ ദീർഘകാല ഓപ്പറേഷൻ തന്നെ ഇതിന്റെ പിന്നിലുണ്ട് എന്നിപ്പോൾ കുമാർ ഈ പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. അമേരിക്കയുടെ ഇരട്ടത്താപ്പും അമേരിക്കയുടെ ശുദ്ധ തെമ്മാടിത്തരവുമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പറയുന്നത് ഈ വിഷമം തോന്നരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക അവരുടെ അപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം ആ ഭരണകൂട നയങ്ങൾ രചിക്കുന്ന കാഴ്ചയാണ്. ഈ പ്രദേശം എങ്ങനെ പോയാലും അമേരിക്കയ്ക്കൊന്നുമില്ല. അവിടെ രക്തച്ചൊരിച്ചിൽ നിലനിൽക്കണം, അവിടെ പരസ്പര സംഘടന നിലനിൽക്കണം. ഇത് അമേരിക്കയുടെ ആവശ്യമാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് ഇതൊരു പ്രശ്നമല്ല. അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നമ്മൾ തന്നെ കണ്ടതല്ലേ. ഗുഡ് താലിബാൻ, ബാഡ് താലിബാൻ എന്നൊക്കെ പറഞ്ഞ് താലിബാനെ വേർതിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. അവർക്ക് കശ്മീരി തീവ്രവാദം നടത്തുന്ന, ഭാരതത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഘടനവാദികൾ, ISI പിന്തുണയോടുകൂടി ഭാരതത്തിലെ കശ്മീരിലും ഒക്കെ പ്രവർത്തിക്കുന്നവർ, അവർക്ക് US സംബന്ധിച്ചിടത്തോളം അവർ തീവ്രവാദികൾ പോലുമല്ല. അവർ തീവ്രവാദികളല്ല. പക്ഷെ മറുവശത്ത് അമേരിക്കയ്ക്കെതിരെ നിൽക്കുന്നവരൊക്കെ കൊണ്ടനാമോ ബേയിൽ കൊണ്ടിട്ട് അവരെ പീഡിപ്പിക്കുകയും പലരെയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നതിന് അമേരിക്കയ്ക്ക് ഒരു മടിയില്ല. വളരെ അവസരവാദപരമായ ഒരു നിലപാടാണ് അമേരിക്ക എടുത്തത്. ഇപ്പോൾ അമേരിക്കയുടെ ലിസ്റ്റിൽ പേരുള്ള ആളാണ് ഈ മുഹമ്മദ് അൽ ജൊലാനി എന്ന് പറയുന്ന HTSന്റെ നേതാവ്. ഇയാൾ അമേരിക്കയുടെ ഹിറ്റ് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകര ലിസ്റ്റിലുള്ള ആളാണ്. ഇയാളെയാണ് ഇപ്പോൾ സിറിയയുടെ വിമോചകൻ എന്ന നിലയിൽ CNN ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഒരു ഇരട്ടത്താപ്പ് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇത് വളരെ കൃത്യമായിട്ട് അമേരിക്ക പ്ലാൻ ചെയ്ത ഒരു സംഗതി തന്നെയാണ്. പക്ഷേ അമേരിക്കയ്ക്ക് ഒരു കാര്യമുണ്ട്, അതിനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു ഭരണമാറ്റത്തെ സപ്പോർട്ട് ചെയ്ത ഇസ്രായേലിനായാലും കുമാറിന് വിശ്വസിക്കാൻ പറ്റുമോ? അതായത് തുർക്കി പോലെ ഒരു മതരാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന, വലിയ തോതിൽ ഇസ്ലാമിക തീവ്രവാദത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, അതിന് പിന്തുണ കൊടുക്കുന്ന രാജ്യവുമായിട്ട് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദ് പോലും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അസദ് ഭരണത്തിനെതിരെ. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അത്. അപ്പോൾ ഇതൊക്കെ നടന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ആരൊക്കെ ആയാലും, അത് ഇസ്രായേൽ ആയാലും അമേരിക്ക ആയാലും, സിറിയൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഈ വിമതരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വിമതരെ മാനേജ് ചെയ്യാനൊന്നും പറ്റില്ല. അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കാതെ നോക്കാം, അവരിലേക്ക് ആയുധങ്ങൾ എത്താതിരിക്കാം. എവിടെങ്കിലും ഇക്കാര്യത്തിൽ ഒരു അതിർവരമ്പ് വരച്ചിട്ട് നിങ്ങൾ അതിനപ്പുറം പോകരുതെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കാൻ പോകുന്നില്ല. ഒരു രാജ്യം അവർക്ക് വിട്ട് കിട്ടിക്കഴിഞ്ഞു. അതിപ്പോൾ തുർക്കി പറഞ്ഞാൽ പോലും HTS കേൾക്കാൻ പോകുന്നില്ല. അത് ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിറിയയുടെ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇത് നേരെ നമ്മൾ ഇറാഖിൽ കണ്ടതാണ്. സദ്ദാം ഹുസൈൻ വളരെ ക്രൂരമായിട്ടാണ് വിമതരെ അടിച്ചൊതുക്കിക്കൊണ്ടിരുന്നത്.
ഏകാധിപതിയായിരുന്നു. സ്വന്തം കുടുംബത്തിലെ ആൾക്കാർ മാത്രം പൊക്കിക്കൊണ്ടുവന്ന ആളായിരുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇറാഖിൽ എന്ന് സദ്ദാം ഹുസൈൻ യുഗം അവസാനിച്ചോ ആ രാജ്യത്തെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ഘടകമായിരുന്നു ഹുസൈൻ. അതോടുകൂടി അവിടെ ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന് നമുക്കറിയാം. സിറിയയിലും ഇതാ സംഭവിക്കാൻ പോകുന്നത്. 5 പതിറ്റാണ്ടിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു ആ രാജ്യത്ത്. വലിയ തോതിലൊരു ബിസിനസ്, സാമ്പത്തികം ഒക്കെ വളർന്നു. ഇനിയിപ്പോൾ അതെല്ലാം തിരിച്ചു പോകുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും. നാളെ മറ്റൊരു അഫ്ഗാനിസ്ഥാനായി ഇത് മാറാനും സാധ്യതയുണ്ട്. ഈ ലോകത്തിൻ്റെ സുരക്ഷിതത്വം നോക്കിയാൽ ഇപ്പോൾ വിമതരെക്കാളും അസദ് നിൽക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണോ ഇപ്പോൾ നമ്മൾ കാണേണ്ടത്? അസദ് നിൽക്കുന്നത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു രാജ്യത്ത് ഒരു സ്റ്റേബിൾ ഭരണം, ഇപ്പം അറബ് ലീഗ് നമുക്കെല്ലാവർക്കും അറിയാം. അറബ് ലീഗ് പോലും അസദിനെ അംഗീകരിച്ചായിരുന്നു. അതായത് അറബ് ലീഗിന് വലിയ എതിരുള്ള ആളാണ് അസദ്. കാരണം അദ്ദേഹം ഈ പറയുന്ന വിമതരെയൊക്കെ അടിച്ചൊതുക്കുകയും ഇസ്ലാമിക തീവ്രവാദത്തെ പൂർണ്ണമായിട്ട് അടിച്ചൊതുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ അറബ് ലീഗ് പോലും ഈ പുറത്താക്കിയിരുന്ന അസദിനെ കഴിഞ്ഞ വർഷം അറബ് ലീഗിലേക്ക് തിരിച്ചെടുത്തായിരുന്നു. അത് അസദിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരമാണ്, അറബ് ലോകത്തൊരു വലിയ അംഗീകാരമാണ്. അസദ് സിറിയയിൽ കൺട്രോളിലാണ് എന്നുള്ള അവരുടെ ഒരു പരോക്ഷമായ കുറ്റസമ്മതം അല്ലെങ്കിൽ ഒരു പരോക്ഷമായ അംഗീകാരം കൂടിയായിരുന്നു അത്. അപ്പോൾ അസദ് ആ രാജ്യത്തെ ഒരുമിച്ച് പിടിച്ചു നിർത്തിയിരുന്നു. ഇതിപ്പോൾ രാജ്യത്തെ ഈ പണ്ടോറ ബോക്സ് തുറന്നു കൊടുത്തു എന്ന് പറയുന്ന പോലെ കെട്ടഴിച്ചു വിട്ടു. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, അടുത്തൊരു 3 മാസത്തിനുള്ളിൽ HTSനെതിരെ അവിടെ പൂർണ്ണമായിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് വരും. ഇസ്ലാമിക് സ്റ്റേറ്റ് വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. നമ്മളെല്ലാം വിചാരിക്കും ഇസ്ലാമിക് സ്റ്റേറ്റ് തീർന്നു എന്ന്. ഇല്ല. അൽ-ഖ്വയ്ദയുടെ വാറിംഗ് ഫാക്ഷൻസ് ഉണ്ട് അവിടെ. ഉസ്ബെക്കുകാരുണ്ട്, ഉയ്ഗുർ മുസ്ലിംസ് ഉണ്ട്, തുർക്കികളുണ്ട്, അതുപോലെ അറബ് ലോകത്തുള്ള വിമതർ, ഇങ്ങനെ പല വിമത വംശീയ ഗ്രൂപ്പുകളുണ്ട്. ഇവർക്കെല്ലാം ഇപ്പോൾ വലിയ തോതിൽ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ സിറിയയുടെ ഭാവി അത്ര ശോഭനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ റഷ്യയാണ് അസദിന് രാഷ്ട്രീയ അഭയം നൽകിയിരിക്കുന്നത്. അതെ. അപ്പോൾ വീണ്ടും ഒരു റഷ്യ അമേരിക്ക കോൺഫ്ലിക്റ്റിലേക്ക് പോകുമോ? അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ അഭയത്തിന് പിന്നിൽ നേരത്തെ പറഞ്ഞതുപോലെ റഷ്യക്ക് തൽക്കാലം ഇത് നോക്കാനുള്ള ഒരു സമയമില്ലാത്തത് കൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ? കുമാറെ, ഇതിന് ഞാൻ വേറൊരു വശം കൂടെ പറയാം. ആ ഒരൊറ്റ കാര്യം നിങ്ങളും പ്രേക്ഷകരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇത് ബൈഡൻ, അമേരിക്ക എന്ന് പറയാൻ പാടില്ല, ഇത് ബൈഡൻ ഭരണകൂടത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കലക്കാണ്. അതായത് ലോകത്ത് എത്രമാത്രം കുഴപ്പമുണ്ടാക്കാവുന്നോ അത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇറങ്ങുക എന്നുള്ള വളരെ വളരെ അപരിഷ്കൃതമായ ഒരു നയമാണ് ഇപ്പോൾ ഈ ഭരണകൂടം എടുത്തിരിക്കുന്നത്. അത് അവിടെ മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളിലും ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ബംഗ്ലാദേശിൽ ആരാണ് ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ ജനുവരിയിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ട്രംപിന് ഇത് പരിഹരിക്കാൻ പറ്റും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കി സംഗതികളിൽ ഒരു നീക്കുപോക്കുണ്ടാക്കാൻ ട്രംപിന് സാധിച്ചേക്കും, പ്രത്യേകിച്ച് സിറിയയുടെ കാര്യത്തിൽ. കാരണം റഷ്യയുമായിട്ട് ട്രംപിനൊരു അടുപ്പമുണ്ട് എന്നുള്ള ഒരു പൊതുധാരണയുണ്ട്. എന്തായാലും ഒരു ശത്രുതാ മനോഭാവം ആയിരിക്കില്ല. അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഇവരെ മനഃപൂർവ്വം നമുക്ക് വലിയ തോതിൽ ഒരു പണി തന്നിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ബംഗ്ലാദേശ് ഇങ്ങനെ കിടന്ന് നെഗളിക്കുന്നത്, ഇന്ത്യയെ ആക്രമിക്കുമെന്നൊക്കെ പറയുന്നത്? അപ്പോൾ ബംഗ്ലാദേശിൽ ഇവരുടെ സപ്പോർട്ടുള്ളത് കൊണ്ടാണ്. അതായത് ട്രംപ് വന്നു കഴിഞ്ഞാൽ ട്രംപിന് ശരിയാക്കേണ്ട പ്രശ്നങ്ങൾ ഏറ്റവും മാക്സിമം നശിപ്പിക്കുക, ഏറ്റവും കൂടുതൽ അത് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് പോവുക എന്നുള്ള ഒരു നയമാണ് അമേരിക്ക എടുക്കുന്നത്. അതുകൊണ്ട് ഇതൊരു അമേരിക്കൻ റഷ്യൻ കോൺഫ്ലിക്റ്റിലേക്ക് അല്ലെങ്കിൽ ശീതസമരത്തിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ജനുവരി വരെ വളരെ സൂക്ഷിക്കണം. ഇത് ബംഗ്ലാദേശ് ആയാലും സിറിയ ആയാലും മറ്റു പല സ്ഥലങ്ങളിലും ഇത്തരം പ്രവർത്തികൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഡീപ് സ്റ്റേറ്റ് തീർച്ചയായിട്ടും ശ്രമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിറിയയുമായി ബന്ധപ്പെട്ടാൽ ഈ അസദ് കഴിഞ്ഞ 5 പതിറ്റാണ്ടായി അവിടെ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണാധികാരി, അച്ഛനും മകനുമായിട്ട്. അതെ. പക്ഷെ ഈ സമയത്ത് തന്നെയാണ് ഈ സിറിയയും യമനും ഒക്കെ ആയിട്ട് ISന്റെ വളർച്ചയും നമ്മൾ കാണുന്നത്. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് സത്യത്തിൽ? ഇല്ല, IS അതായത് ഇതാണ് അസദിനെ സംബന്ധിച്ചിടത്തോളം. അസദ് IS ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളെല്ലാം കൺട്രോൾ ചെയ്തപ്പോഴും സിറിയയിൽ അവർക്കൊരു ലിമിറ്റഡ് ആക്സസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് കാരണം അസദാണ്. അസദ് തീവ്രവാദിയല്ല,
അങ്ങനെ ഒരു ഇസ്ലാമിക ഫണ്ടമെൻ്റലിസം ഇല്ലാത്ത ആളാണ്. അതുകൊണ്ട് അസദിൻ്റെ ഭരണം അവിടെ ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യാവുന്ന എല്ലാ കാര്യവും വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, ന്യൂനപക്ഷങ്ങളുടെ കാര്യമാണ് ഇവിടെ ഒരു വിഷയം. അതായത് മുസ്ലിം ഭൂരിപക്ഷമായാൽ ഒരു രാജ്യത്ത് അത് ഇസ്ലാമിക ഭരണത്തിലേക്ക് പോകണം എന്നുള്ളത് അവരുടെ ഒരു എന്താ പറയുക, ഒരു പ്രാക്ടീസാണ്. അത് ഇസ്ലാമിക ഭരണമാകണം. അത് നമുക്ക് പല രാജ്യങ്ങളും അതിന് ഉദാഹരണമായിട്ട് നമുക്കുണ്ട്. അപ്പോൾ മറുവശത്ത് അങ്ങനെയല്ലാത്ത എല്ലാ ഇസ്ലാമിക ഭരണാധികാരികളും ഇവരുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. ഇപ്പോൾ അതിനും അപ്പുറം കടന്ന് സുന്നികളുടെ ഭരണമായിരിക്കണം. അതായത് അസദ് മുസ്ലിം ആയാൽ മാത്രം പോരാ, ഷിയയാണ്. അപ്പോൾ ഷിയ ആകാൻ പാടില്ല, സുന്നി തന്നെ ആയിരിക്കണം. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുകയാണ്. അത് വലിയൊരു പ്രോബ്ലത്തിലേക്ക് പോകും. ഇപ്പോൾ അവിടെ 10% സിറിയയിൽ ഷിയാക്കളുണ്ട്. അതുപോലെ ക്രിസ്ത്യൻസ് ഉണ്ട്, 5% ക്രിസ്ത്യൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരെല്ലാം ഇനിയും റീഗ്രൂപ്പ് ചെയ്യും. ഇപ്പം എല്ലാവരും ഒന്ന് ഞെട്ടി പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുകയാണ്. ഷിയാക്കൾക്കും ഉണ്ട് അവിടെ വിമത സൈന്യവും ഗ്രൂപ്പും ഒക്കെ. അവർ വെറുതെ ഇരിക്കും. അപ്പോൾ ഇതൊരു വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോവുകയാണ്. ഈ മേഖലയിലെ ഈ ഒരു അസ്ഥിരത അത് ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ ദോഷകരമായി ബാധിക്കുമോ? പ്രത്യേകിച്ചും ഈ സുന്നി ഐക്യത്തെക്കുറിച്ച് കേരളത്തിൽ പോലും ചില ആഹ്വാനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയെ എനിക്ക് തോന്നുന്നില്ല സാമ്പത്തികമായിട്ടോ ആ തരത്തിൽ എന്തെങ്കിലും ഇന്ത്യക്ക് ഇതിനകത്ത് ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടെന്ന്. പക്ഷേ മറ്റെല്ലാ തരത്തിലും രാഷ്ട്രീയമായിട്ടും സാമൂഹികപരമായിട്ടും ഈ മേഖല, മിഡിൽ ഈസ്റ്റ് ശാന്തമായിട്ട് അല്ല നിൽക്കുന്നത്. പുതിയൊരു കോൺഫ്ലിക്റ്റ് കൂടി ആ മേഖലയിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഭാരതത്തിന് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പോൾ തന്നെ ഭാരതത്തിന് ചുറ്റും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നു. അതിനോടൊപ്പം മറ്റൊരു വിഷയം കൂടി വരുന്നു എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും ഭാരതത്തോട് അങ്ങനെ ഒരു ശത്രുതാ മനോഭാവം ഒന്നും എടുത്തിരുന്ന ആളല്ല പ്രസിഡന്റ് അസദ്. ഇപ്പോൾ അദ്ദേഹം റഷ്യയുടെ സംരക്ഷണയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റഷ്യ നമ്മളുടെ ഒരു സഖ്യകക്ഷിയാണ്. പക്ഷേ ഈ ഒരു ഫോർമുലയൊന്നും വർക്കൗട്ട് ചെയ്യുന്ന ഒരു വിഷയമല്ല സിറിയ. കാരണം ഇസ്രായേൽ മറുവശത്ത് നിൽക്കുന്നു, തുർക്കി വിമതരോടൊപ്പം നിൽക്കുന്നു. അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രംഗമാണ്. അപ്പോൾ ഇന്ത്യ വളരെ ശ്രദ്ധിച്ച് തന്നെ ആയിരിക്കും ഇക്കാര്യത്തിൽ മുമ്പോട്ട് പോവുക. പക്ഷെ നേരിട്ട് ഇന്ത്യയെ ബാധിക്കുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഇതിനകത്തുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ വിമത പക്ഷം എന്ന് പറയുന്നവർ അവർ ഈ അൽ-ഖ്വയ്ദയിൽ നിന്നും വിഘടിച്ചവരാണ്, അല്ലെങ്കിൽ ഏതാണ്ട് അൽ-ഖ്വയ്ദയോട് സാമ്യമുള്ള ഒരു പ്രസ്ഥാനമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഒരു രാജ്യത്തെ ഭരിക്കുക എന്നുള്ളതിനപ്പുറം ലോകത്തിന് തന്നെ ഭീഷണിയാകുന്ന രീതിയിലേക്കൊക്കെ ഇവർ വളരാനുള്ള ഒരു സാധ്യതയും പലരും രണ്ട് സാധ്യതയുണ്ട് കുമാറെ. ഇപ്പം താലിബാൻ്റെ കാര്യം നിങ്ങൾ എടുക്കുക. താലിബാൻ ഇതുപോലെ അങ്ങേയറ്റം എന്താ പറയുക, എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജി ഉള്ള ഒരു സംഘടനയാണ്. അവരാണ് മറ്റേ ബുദ്ധപ്രതിമയൊക്കെ തകർക്കുകയോ ഒക്കെ ചെയ്തത്. കാരണം ആ രാജ്യത്ത് ഇനിയും വിഗ്രഹങ്ങളില്ല. ന്യൂനപക്ഷങ്ങളുടെ ജീവിതം അപകടത്തിലാക്കി, ന്യൂനപക്ഷങ്ങളെ വല്ലാതെ പീഡിപ്പിച്ച എല്ലാ തരത്തിലുള്ള IS കാണിച്ച അതേ ക്രൂരത കാണിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്, ഇസ്ലാമിക ഭീകര സംഘടനയാണ് താലിബാൻ. പക്ഷേ താലിബാൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഭരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ നാട്ടിലെ കുട്ടികളെ പഠിക്കാൻ വിടുന്നില്ല, കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളെ സ്കൂളിൽ വിടാൻ പാടില്ല, അങ്ങനത്തെ കുറേ ഭ്രാന്ത നയം നടപ്പാക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ അവർ കുറേ നയതന്ത്രം പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഒരു പക്ഷേ ഈ HTS അങ്ങനെ ആയിക്കൂടാന്നില്ല. പക്ഷേ മറുവശത്ത് മറ്റേ സാധ്യതയുണ്ട്. കാരണം അൽ-ഖ്വയ്ദയിൽ നിന്ന് രൂപം കൊണ്ട സംഘടന എന്നുള്ള നിലയിൽ ഈ HTSൻ്റെ ഇപ്പോഴത്തെ ഈ ചീഫ് ജൊലാനി എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ അബൂബക്കർ അൽ ബാഗ്ദാദി ആയി മാറിക്കൂടാ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത ഒരു 2-3 മാസങ്ങൾക്കിടയിൽ ഇതിൻ്റെ ഒരു ദിശ എങ്ങോട്ടാണെന്ന് നമുക്കറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇയാൾ വലിയ തോതിൽ എക്സ്ട്രീമിസ്റ്റ് രീതിയിലേക്ക് മാറുമെന്നാണ്. കാരണം താലിബാന് അഫ്ഗാനിസ്ഥാനിൽ വലിയ തോതിലുള്ള ഒരു ഭീഷണിയൊന്നുമില്ല. താലിബാൻ ഇപ്പോൾ ഭരിക്കാൻ സാധിക്കുന്നുണ്ട്. ഈവൻ ഭാരതം പോലും താലിബാനുമായിട്ടൊരു ബന്ധം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ HTSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ കിട്ടുന്ന ഈ സിറിയ എന്ന് പറയുന്ന രാജ്യം ഒട്ടും പാകപ്പെട്ട ഒരു രാജ്യമല്ല. വലിയ തോതിൽ ആഭ്യന്തര സംഘർഷം നിലനിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ വലിയ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഒരു എതിർപ്പ് വരുമ്പോൾ ശക്തമായിട്ട് പ്രതികരിക്കാനുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഇതായിരിക്കും ഇവർക്കുണ്ടാകുക. അപ്പോൾ അത് വീണ്ടും ഒരു വലിയ ഏകാധിപത്യത്തിലേക്കും ചോര ഒഴുകുന്നതിലേക്കും വലിയ ഏറ്റുമുട്ടലുകളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. എന്തായാലും സിറിയ അടുത്ത ഒരു 1-2 വർഷം ശാന്തമായി നിൽക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുകയേ വേണ്ട.
എന്തായാലും ഈ ലോകത്തിലുണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ, സംഘർഷങ്ങൾ, ഇതിനെല്ലാം ഇസ്ലാമിന് വേണ്ടി എന്ന് പറയുന്ന ഒരു വാക്യം അതൊരു വലിയൊരു പങ്ക് വഹിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇസ്ലാം എന്നതും മാറി ഇപ്പോൾ സുന്നിയിലേക്ക് എന്ന ഒരു രീതിയിലേക്ക് ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങൾ മാറുകയാണ്. വളരുന്നതിന് പകരം ലോകത്തിൻ്റെ പല ഭാഗങ്ങളും ചുരുങ്ങുകയാണോ എന്നൊരു സംശയം കൂടി ഈ അവസരത്തിൽ ജനിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.